നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ഭയങ്കര സന്തോഷത്തിലാണ് ജലജാബിയും. കാരണം നിസാര കാര്യമല്ല സംഭവിച്ചിരിക്കുന്നത്. നയന വീട് വിട്ട് പോയിരിക്കുകയാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. മൂർത്തി ജ്വല്ലറി തകർന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തി മുത്തശ്ശൻ നെഞ്ചു പൊട്ടി മരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ അത് സാധിക്കണമെന്നായിരുന്നു ആ ബീടയും ജലജയുടെ ആഗ്രഹം. അങ്ങനെ അവര് സന്തോഷിച്ച് ചിരിച്ചു മറിഞ്ഞ് നിൽക്കണ സമയത്താണ് അവന്തികയുടെ വരവ്. അവന്തി അങ്ങോട്ട് വന്നിട്ട് രണ്ടുപേരെ രൂക്ഷമായിട്ട് മാറി മാറി നോക്കണം. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേന്ന് ചോദിച്ചു. എന്താ പറയുക, നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ജലജ ചോദിച്ചു. അല്ല, കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ മാറി എന്ന് സന്തോഷിക്കുകയാണ് വേണ്ടത്. അത് കേട്ടതും ജലജ പറഞ്ഞു, ആര് സന്തോഷിച്ചെന്നാ പറയണേ? പിന്നെ ആദർശൻ ആദ്യം വീട് വിട്ടുപോയി, ഇപ്പൊ നയനേച്ചിയും പോയി. ആ സമയത്ത് നിങ്ങൾ സന്തോഷിക്കാന്ന് എനിക്ക് മനസ്സിലായി. അത് കേട്ടതും അബി പറഞ്ഞു, നിനക്ക് എന്താ അവന്തിക, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. അബിയേട്ടാ, ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ. അബിയേട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, കുടുംബത്തിലെല്ലാം ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോ നമ്മളെല്ലാരും ഒരുമയോടെ വേണ്ട നിൽക്കാനായിട്ട്. മൂർത്തി ജ്വല്ലർ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇങ്ങനെ സന്തോഷിക്കുന്നത് ശരിയല്ല. അപ്പോഴേക്കും അബി പറഞ്ഞു, അമ്മേ ഇവിടെ പിടിച്ചോണ്ട് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. ചിലപ്പോ ഇവൾക്കിട്ട് രണ്ടെണ്ണം കൊടുത്തെന്ന് വരിക്കും. ഇവള് ഭയങ്കര ആദർശമായിട്ട് വന്നിരിക്കുന്നു, എനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു, നിനക്ക് എന്താ അവന്തിക ഇത്? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലോ. നീ അയർലൻഡിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളൊക്കെ പറഞ്ഞനുസരിക്കുന്ന നല്ലൊരു കൊച്ചായിരുന്നു. ഇപ്പോഴാണ്ടേ നിനക്ക് എന്തുമാത്രം മാറ്റം വന്നിരിക്കുന്നേ. ഇവിടെയുള്ള എല്ലാരും കൂടെ കൂടിയിട്ട് നിന്റെ സ്വഭാവം മാറ്റിയെടുത്തോന്ന് ചോദിച്ചു. അവന്തിക പറഞ്ഞു, എനിക്കിപ്പം നല്ല ഏതാ ചീത്ത ഏതാ എന്നൊക്കെ കണ്ടാൽ തിരിച്ചറിയാനായിട്ട് പറ്റും. അയർലൻഡിൽ പോയി വന്നതിന് ശേഷമുള്ള ഒരു ഗുണം അതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അബി പറഞ്ഞു, അമ്മേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബിയോട് ജലജ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞു. പിന്നീട് ജലജ പറഞ്ഞു, നിനക്കറിയാലോ മോളെ, ഞാനും നിന്റെ ചേട്ടനും ഒക്കെ ഇവിടെ എത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് നീ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. ഏട്ടത്തേക്കാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഇവിടെ കുറെ പണി എടുപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന എന്തിനാണെന്നറിയാവോ? നിന്റെ കല്യാണം ഒന്ന് നടക്കണം. നിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല. ഈ വീട് വിട്ടിറങ്ങി എങ്ങോട്ടെങ്കിലും ഞാൻ പോയിക്കോളാം. നിന്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇത്ര ത്യാഗമൊക്കെ സഹിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവന്തി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ കല്യാണം നടക്കേണ്ട സമയത്തെ എന്റെ കല്യാണം നടന്നോളും. ആ നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കും. അബി പറഞ്ഞു, നടക്കും. ഇങ്ങനെ പോയാൽ നടക്കുമെന്ന് എനിക്ക് തോന്നേ. ഇപ്പൊ തന്നെ മൂസ്തി ജ്വല്ലറി കടക്കടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാന്ന് തോന്നേ, തകർച്ചയിലേക്ക്. അബിയേട്ട, വെറുതെ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല. മൂസ്തി ജ്വല്ലറി തകരാനൊന്നും പോകുന്നൊന്നുമില്ല. അത് കേട്ടതും ജലജ പറഞ്ഞു, എന്റെ മോളെ, ഞങ്ങൾക്കറിയാം ഞങ്ങൾ അനുഭവിക്കുന്ന വേദന എന്താന്ന്. നീ ഇപ്പം അവരോടൊപ്പം ഒക്കെ ചേർന്ന് ഞങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമെന്ന് അറിയാം. അബി പറഞ്ഞു, എന്റെ അമ്മ ഒന്നും പറയണ്ട. ഇനിയിപ്പം നമ്മൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവൾ അപ്പടി എന്ന് മുത്തശ്ശന്റെ മുത്തശ്ശിരെയൊക്കെ ചെവിയിലെത്തിക്കും. ഇപ്പൊ ഇവള് നമുക്ക് ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുവല്ലേ. അവന്തിക്ക് പറഞ്ഞു, നേരെ വണ്ണം ജീവിക്കുവാണെങ്കിൽ നിങ്ങൾക്കും കൊള്ളാം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ മിക്കവാറും മുത്തശ്ശൻ അടിച്ച് പുറത്താക്കുമെന്നും പറഞ്ഞ് അവന്തിക അങ്ങോട്ട് പോയി. ആ സമയം ജലജ പറഞ്ഞു, എടാ, എന്നാൽ ഇവൾക്കിത് എന്തൊരു മാറ്റാ, ഇവൾക്കിത് എന്തു സംഭവിച്ചു? എനിക്കറിയത്തില്ല എന്റെ അമ്മ എന്താ സംഭവിച്ചതെന്ന്. എന്നാലും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമോ? നേരത്തെ എന്തിനും ഏതിനും നമ്മളോടൊപ്പം നിന്നോണ്ടിരുന്ന നമ്മുടെ ഒരു ബലം കൂടെ ആയിരുന്നു. ഇപ്പൊ കണ്ടില്ലേ അവള് മറുകണ്ഠം ചാടിയത്. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, തൽക്കാലത്തേക്ക് അവൾ ഇങ്ങനെ നിൽക്കട്ടെ, അവളുടെ കല്യാണം കഴിയുന്നോടം വരെ എങ്കിലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നേ എന്നും പറഞ്ഞിട്ട് അബി അങ്ങോട്ട് പോയി. ഈ സമയത്ത് ആദർശിന്റെ അടുത്തേക്ക് ദേവേനയും നയനയും ജയനും കൂടെ ചെല്ലുവാണ്. അങ്ങനെ ചെന്നിറങ്ങി നയനയെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ആദർശ് അമ്പരന്ന് പോയി. പെട്ടെന്ന് ആദർശ് ചോദിച്ചു, എന്താ നയനെ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നയന് പറഞ്ഞു, ഒരു പ്രശ്നമൊന്നുമില്ല ആദർശേട്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് ദേവേനോടോ ജയനോടോ ഒക്കെ ചോദിച്ചു, അല്ല അച്ഛനും അമ്മയ്ക്കും സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ്. മോനെ നിനക്ക് സുഖമാണെന്ന് ചോദിച്ചുകൊണ്ട് ദേവേന് പോയി ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എനിക്കൊരു പ്രശ്നമില്ലമ്മേ, എനിക്കിവിടെ സുഖം തന്നെയാന്ന് പറഞ്ഞു. എന്നാലും നീ അവിടെ ഇല്ലാത്തോണ്ട് അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനി കരയുവാണ്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ആഹാ, അമ്മ കരയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. ആ സമയം ദേവേനി പറഞ്ഞു, എടാ മോനെ, നായന മോൾക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളും കൂടെ പോന്നേന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല മുത്തശ്ശനും മുത്തശ്ശിക്ക് എന്ത് പറയുന്നു? നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ സ്വഭാവം ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല, കുറെ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു ദേവേനി. അത് കേട്ടപ്പോ ആദർശ് ചോദിച്ചു, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ അങ്ങനെയാ, മുത്തശ്ശൻ ഇപ്പൊ എല്ലാവരോടും ദേഷ്യമാ, എന്ത് പറഞ്ഞാലും ഒരു മുട്ടാക്കി വർത്താനവും കാര്യങ്ങളൊക്കെയാ. അല്ല പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവേനി സങ്കടപ്പെടുവാണ്.
ആ സമയത്ത് നയന പറഞ്ഞു, ആദർശേട്ടാ ഇനി എന്താണെങ്കിലും ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല, ആദർശേട്ടൻ പോകുന്നോടൊപ്പം പോകുന്നുള്ളെന്ന് പറഞ്ഞു. നീ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നോളെന്ന് ചോദിച്ചു. അതെ ആദർശേട്ടാ, ആദർശേട്ടൻ അവിടെ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല, അറിയാലോ. ആദർശേട്ടൻ ഇല്ലെങ്കിൽ നേരം വേണ്ട ആഹാരം കഴിക്കാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, അതേടെ മോനെ. പിന്നെ മോൾ ഇങ്ങോട്ടേക്ക് പോരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അമ്മേ എനിക്ക് അവിടെ നിൽക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അറിയാലോ ഇപ്പൊ നമ്മുടെ കുടുംബത്തിലൊരു പൊതു ശത്രു ഉണ്ട്. അതാരാ എന്താണെന്നും അറിയത്തില്ല. ഞാൻ ആ കുടുംബത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ആ ശത്രുവിനെ കണ്ടെത്താൻ പറ്റില്ല. അത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, അതൊക്കെ അറിയാം, എന്നാലും നീ ആ വീട് വിട്ടു പോന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എനിക്കറിയാം അച്ഛാ, ഞാൻ അവിടെ നിന്ന് ആ ശത്രുവിനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ എന്നെ സഹായിക്കാനായിട്ട് കിരണും കല്യാണിയൊക്കെ ഉണ്ട്, നന്ദു ഉണ്ട്, ഇപ്പൊ അവിടെ നയനയും വന്നല്ലോ. ഇനി അച്ഛനും അമ്മയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, എടാ മോനെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വീട്ടിലേക്ക് തിരികെ വരണം. നിന്റെ മുത്തശ്ശിക്ക് ആകെപ്പാട് സങ്കടമാ, മുത്തശ്ശി കരച്ചിലോട് കരച്ചിൽ തന്നെയാ. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാമേ, മുത്തശ്ശിന്റെ കാര്യം ഒട്ടും മോശമായിരിക്കില്ല, മുത്തശ്ശി ഇങ്ങനെ പുറമെ കാണിക്കുന്നൊക്കെ ഉള്ളൂ അമ്മേ, മുത്തശ്ശിന്റെ ഉള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു, ആയിരിക്കാം, പക്ഷെങ്കില് ഇപ്പൊ നിന്റെ മുത്തശ്ശിന്റെ ആ പരുക്ക സ്വഭാവം കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ജയൻ പറഞ്ഞു, ദേവേനി വെറുതെ അച്ഛനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അച്ഛൻ എന്താണെങ്കിലും ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ആദർശിനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ടല്ലോ. ആദർശ് പറഞ്ഞു, അതെ അമ്മേ, ഞാൻ തെറ്റ് ചെയ്തോണ്ടല്ലേ മുത്തശ്ശൻ എന്നെ കുറ്റപ്പെടുത്തുന്നേ, ഇനിയിപ്പോ മുത്തശ്ശനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അച്ഛനമ്മ ധൈര്യമായിട്ട് പോയിക്കോ, എനിക്കിവിടെ ഒരു പ്രശ്നമില്ല, പിന്നെ ഇപ്പൊ നയനയും കൂടെ വന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, മോൾക്ക് അവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല, നീ കഴിച്ചോ അതോ നീ ഉറങ്ങിയോ, അങ്ങനെയൊക്കെ 100 കൂട്ടം ചിന്തകൾ അവളുടെ മനസ്സിൽ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പിന്നെ അവളെ കൊണ്ടുവന്ന് വിടാന്ന് വെച്ചേ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, കാരണം നയനമോൾക്ക് എപ്പോഴും ഒരാളുടെ സഹായം വേണം, ചിലപ്പോ പറയാൻ പറ്റില്ല. എന്തേലും നീ എങ്ങോട്ടേലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നയനമോള് തനിച്ചാവത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, തൽക്കാലത്തേക്ക് ഞാൻ ഇവളെ ഇട്ടിട്ടോളത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അമ്മയെ വിളിക്കാം, അമ്മ വന്നാ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇവളുടെ അമ്മയാണെങ്കിലും വിളിക്കാലോ, അമ്മയാണെങ്കിലും വന്ന് നിൽക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദേവേനിയും ആദർശിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു വിടുവാണ്. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തിനും ആദർശ് പറഞ്ഞു, അല്ല നീ ഇങ്ങോട്ടേക്ക് ഇപ്പൊ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ ആദർശേട്ടാ, നിനക്കറിയാലോ, പിന്നെ നിനക്ക് അവിടെ സങ്കടമാണല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ഇവിടെ നിൽക്കാൻ പോലും ഞാൻ നിന്നെ അനുവദിച്ചേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, അങ്ങനെ പറയല്ല ആദർശേട്ടാ, ആദർശേട്ടൻ അവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നിനും പിന്നെ പറ്റില്ല, ഞാനും കൂടെ ഉള്ളതുകൊണ്ട് ആദർശേട്ടൻ അത് നല്ല കാര്യമല്ലേന്ന് ചോദിച്ചു. എനിക്ക് ആദർശേട്ടന്റെ കാര്യം നോക്കാലോ, എനിക്കൊരു സമാധാനത്തോടെ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ആദർശ് കൂടുതലൊന്നും പറയാൻ പോയില്ല, ആദർശന് അറിയാൻ നയനയുടെ സ്വഭാവം എന്താന്ന്. കാരണം അവളുടെ വയറ്റൊരു കുഞ്ഞില്ലായിരുന്ന പ്രശ്നമില്ലായിരുന്നു, പക്ഷെ കുഞ്ഞുള്ളതുകൊണ്ട് അവൾ നേരത്തെ കാലത്ത് ആഹാരം കഴിക്കത്തില്ല, അവളുടെ കാര്യങ്ങൾ പോലും അവൾ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ നിൽക്കുന്നത് നല്ലതെന്നൊക്കെ തോന്നി. പിന്നീട് ദേവേനയും ജയനും കൂടെ വീട്ടിലേക്ക് തിരികെ വരുവാണ്. വരുന്ന സമയത്ത് ജലജ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ജലജ ചോദിച്ചു, അല്ല ആദർശ് എന്ത് പറഞ്ഞു ഏട്ടത്തി, ആദർശന് സുഖമാണെന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ടിപ്പോ ദേവേന് പറഞ്ഞു, എന്തിനാ ഇനിയിപ്പൊ അവനെ അവിടുന്ന് കൂടെ അടിച്ചിറക്കി വിടാനാണെന്ന് ചോദിച്ചു. എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയണേ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് ചോദിച്ചല്ല, നീ കൂടുതലൊന്നും ഉദ്ദേശിച്ച് ചോദിക്കണ്ട, നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാലോ. അവന് സമാധാന സന്തോഷമാണെങ്കിൽ അവിടെ പോയി അതും കൂടെ ഇല്ലാതാക്കാനായിരിക്കും നിന്റെ പുറപ്പാടല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഏട്ടത്തി. അല്ല നയനയും കൂടെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ, എന്താ നയനമോൾക്ക് അങ്ങോട്ടേക്ക് പോയിക്കൂടെന്ന് ചോദിച്ചു. അല്ല ഞാൻ പറയുവേതേ, ഇനിയിപ്പൊ ആദർശിന് നയനയുടെ കാര്യങ്ങൾ നോക്കണമല്ലോ. അല്ല ഏട്ടത്തേക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നോളാൻ മേലായിരുന്നോ? ഓഹോ, അപ്പൊ എന്നെയും കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിരിക്കുമല്ലേ? അല്ല ഏട്ടത്തി, ചന്തുമോളെ ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ നീ ആണല്ലോ നോക്കണ്ടേ, നിന്റെ പേരക്കുട്ടിയാണല്ലോ അവള്, അപ്പൊ പിന്നെ നീ അല്ലേ നോക്കണ്ടേന്ന് ചോദിച്ചു. ഞാനാണോന്ന് ചോദിച്ചു. പിന്നെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ അവളെ നോക്കുന്നത്, നിനക്കറിയാലോ. നയനമോളെ ആദർശ് മോനെ എന്നെയൊക്കെയാണ് അവൾക്ക് താല്പര്യം, നിന്റെയൊക്കെ അടുത്തേക്ക് പോലും അവള് വരാറുണ്ടോ? എന്തുകൊണ്ടാ എടി, സ്നേഹം കൊടുത്താലോ സ്നേഹം തിരിച്ചു കിട്ടുള്ളൂ. അതെങ്ങനെയാ? ആ കുഞ്ഞിനെ ഒന്നെടുത്ത് കൊഞ്ചിക്കുവോ, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം അതിന് വാരി കൊടുക്കുക, എന്തേലും നീയൊക്കെ ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല. എന്നിട്ട് അവള് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഓരോന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൺമുന്നിൽ പോലെ നിന്നെ ഒന്ന് കണ്ടേക്കരുത്, എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ് ദേവേനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ജലജ മനസ്സിൽ പറഞ്ഞു, അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ കണക്ക് ഇപ്പൊ അവിടെ പോയിട്ട് അതിന്റെ ദേഷ്യം മൊത്തം തന്റെ ദേഹത്തേക്ക് തീർക്കാനായിട്ട് വന്നിരിക്കുക. എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞാലും സന്തോഷമുള്ള ദിവസം തന്നെയാ, പായസം വെച്ച് ആഘോഷിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു.
പക്ഷെ അത് പറ്റില്ലല്ലോ. അബിയോടൊന്ന് പറയണം, പുറത്തു പോയെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യണം. ഇത്ര ഒരു സന്തോഷമുള്ള ദിവസം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്. ആ സമയത്ത് ദേവേനി ഭയങ്കര സങ്കടത്തോടു കൂടി മുറിയിൽ പോയിരിക്കണം. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശി വന്നിട്ട് നയനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശിനെയും വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. ദേവേനി പറഞ്ഞു, ആദർശ് മോനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായത്. എന്നാലും നയനമോളെ അവിടെ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നീ വിഷമിക്കേണ്ട ദേവേനി, അധികം വൈകാതെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. എന്നാലും അച്ഛൻ ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ലാത്ത. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ദേ നിന്റെ അച്ഛന് ഒന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ അച്ഛന് ആ പഴയ സ്വഭാവം തന്നെയാ. പിന്നെ ചില കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് അച്ഛനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കണേന്ന് പറഞ്ഞു. ദേവേനിക്കത് എന്താന്ന് മനസ്സിലായില്ല. പക്ഷെ മുത്തശ്ശിയോട് മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കാരണം ആദർശ സത്യങ്ങളൊക്കെ കണ്ടെത്തണമെങ്കിൽ ഇതുപോലെയൊക്കെ ചില തന്ത്രങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. ഈ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആദർശന് അത് പറ്റില്ല എന്ന കാര്യം മുത്തശ്ശൻ അറിയാം. അതുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ തീരുമാനം എടുത്തത് പോലും. അത് മുത്തശ്ശിയോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് മുത്തശ്ശിക്ക് ഇപ്പൊ ഭയങ്കര സമാധാനമാണ് ആദർശിന്റെ നയനയുടെയും കാര്യത്തില്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.